വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ്. ഡിസ്കസ് ചെയ്യാനുള്ളത് റയൽ മാഡ്രിഡ് വേഴ്സസ് സിറ്റി മാച്ചിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരികയാണെങ്കിൽ 2-1 ഒരു വിക്ടറി സാന്റിയാഗോ ബെർണാബ്യൂവിൽ വെച്ചിട്ട് സിറ്റിക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു. അത് തന്നെയാണ് ഈ മാച്ചിലെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിറ്റി നിലവിൽ അത്യാവശ്യം നല്ല ഫോമിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. റയൽ മാഡ്രിഡ് കുറച്ച് മോശം അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ സെൽട്ടനോട് 2-0 തോറ്റു. അതിനുശേഷം ഇപ്പോൾ സിറ്റിനോട് വന്ന് 2-1 തോറ്റു. ഇതിനു മുമ്പ് അവർ UCL നടത്തിയിട്ടുള്ള ലാസ്റ്റ് മീറ്റിങ്ങിൽ റയൽ മാഡ്രിഡ് സിറ്റിനെ തോൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എത്തിഹാദിൽ വെച്ചിട്ട്. ഇപ്പം അതിനൊരു ചെറിയ റിവെഞ്ച് എടുക്കാൻ വേണ്ടി സിറ്റിക്ക് കഴിഞ്ഞു എന്ന് പറയാം. ഓക്കെ, അപ്പം മാച്ചിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് തന്നെയാണ് 3 ഗോളുകളും വീഴുന്നത്. ഫസ്റ്റ് റോഡ്രിഗോ ആണ് സ്കോർ ചെയ്യുന്നത് റയലിന് വേണ്ടിയിട്ട്. നല്ല ഗോളായിരുന്നു. കൗണ്ടറിൽ നിന്നൊരു പ്രോപ്പർ ഫിനിഷ് റോഡ്രിഗോൻ്റെ സൈഡിൽ നിന്ന് കണ്ടു. അതിനുശേഷം 2 സിറ്റി തിരിച്ചടിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഹാലൻഡിൻ്റെ പെനാൽറ്റിയാണ്. അവിടെ റൂഡിഗറാണ് ഫൗൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഗോൾ വീഴുന്നതിൽ, അതായത് ഫസ്റ്റ് ഗോൾ എനിക്ക് തോന്നുന്നു ഓറയിലാണ് അടിക്കുന്നത്. അപ്പം ആ ഗോൾ വീഴുന്നതിലും എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ള ഒരു ഡിഫെൻഡിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ റയൽ മാഡ്രിഡ് ഭയങ്കര വൾണറബിൾ ആണെന്ന് കാണാം. അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് ഹാലൻഡിനെ ആണെന്ന് തോന്നുന്നു, അവിടെയും റൂഡിഗർ കെട്ടിപ്പിടിച്ച് നിലത്ത് വീഴുന്നുണ്ട്. ഹാലൻഡിനെ തന്നെ ആണെന്ന് തോന്നുന്നു. അപ്പം റൂഡിഗർ ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്തൊരു പ്ലെയറായിട്ട് ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാർഡ് മേടിക്കുന്നു, റൂഡിഗറിനൊക്കെ റെഡ് കാർഡ് കിട്ടാത്തൊരു ഭാഗ്യം എന്ന് പറയാം. അപ്പം പാത്തറ്റിക് ഡിഫെൻഡിങ്ങിലൂടെ 2 ഗോള് അവർ കൺസീഡ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ മാച്ച് സെക്കൻഡ് ഹാഫിലേക്ക് എത്തി. ഫസ്റ്റ് ഹാഫ് മെജോറിറ്റി ബോറിംഗ് ആയിരുന്നു. പിന്നെ 2-1 കളി എത്തിയപ്പോഴാണ് കളി ഒന്ന് ഉഷാറായത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് റയൽ മാഡ്രിഡ് കുറെ കൂടെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, റയൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. റയൽ നന്നായിട്ട് ട്രൈ ചെയ്തു. ഗോൾ പോസ്റ്റ് വരെ അത്യാവശ്യം എത്തുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ടീമിൽ ടോട്ടൽ ഒരു കോർഡിനേഷൻ ഇല്ലായ്മേൻ്റെ പ്രശ്നമുണ്ട്. അതായത് ഇപ്പം വിനീഷ്യസ് ജൂനിയർ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മാച്ച് കളിച്ചിട്ടുണ്ട്, ഫുൾ ടൈം കളിച്ചിട്ടുണ്ട്. പക്ഷെ വിനിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഇമ്പാക്റ്റ്, ഒരു ക്വാളിറ്റി ഒന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. ഓക്കെ, അതൊരു പ്രശ്നം. പിന്നെ ഗോൺസാലോ ഗാർഷ്യ അത്യാവശ്യം നന്നായിട്ട് പ്രസ്സൊക്കെ ചെയ്ത് കളിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഓക്കെ, അപ്പം ആ പ്ലെയറെ പിൻവലിക്കുന്നതാണ്. ആ പ്ലെയറെ പിൻവലിച്ചിട്ട് അവിടെ അർദ്ധ ഗ്യൂളറിനെ കൊണ്ടുവരാണ്. അപ്പം അത്ര അധികം പ്രസ് ചെയ്യുന്ന ഒരു പ്ലെയർ അല്ല. ഓക്കെ, പിന്നെ ഈ ഗോൺസാലോ ഇടുന്ന പോലത്തെ ഫിസിക്കൽ പ്രസൻസ് ഒന്നും അവിടെ അങ്ങനെ കൊടുക്കാൻ കെൽപ്പുള്ളൊരു പ്ലെയർ അല്ല. അപ്പം അതൊക്കെ ടീം പിന്നെ ഗോൺസാലോ പോയതിനു ശേഷം മിസ് ചെയ്യുന്നതായിട്ട് തോന്നി. ഓക്കെ, അർദ്ധൻ്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ബെനിഫിറ്റ്സ് ഒന്നും ടീമിന് കൊണ്ടുവരുന്നതായിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഗോൺസാലോനെ കീപ്പ് ചെയ്തിട്ട് അവർ അവിടെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായത് സെബനെ പിൻവലിച്ചിട്ട് നമ്മൾ ആരെ കൊണ്ടുവന്നു, അവരവിടെ ബ്രാഹിം ഡിയാസിനെ കൊണ്ടുവരുന്നത്. ആ ബ്രാഹിം ഡിയാസിനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഗോൺസാലോനെ ഗ്രൗണ്ടിൽ കീപ്പ് ചെയ്തിട്ട് ബ്രാഹിം ഡിയാസിനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അപ്പം കുറച്ച് പ്രസ്സിങ് ഇൻറ്റൻസിറ്റി വൈസുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കും. പിന്നെ ടീമിലേക്ക് നേരെ നമ്മുടെ ബ്രാഹിം ഡിയാസ് വരുന്നതോടെ കുറച്ച് ക്രിയേറ്റിവിറ്റി കാര്യങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് പറ്റും. ഓക്കെ, അപ്പം അതൊക്കെയാണ്. അപ്പം അവിടെയൊക്കെ എനിക്ക് സാബി അലോൺസോക്ക് പാളിപ്പോയി എന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ടീമിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ച പ്ലെയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കളിച്ച പ്ലെയർ കാരേറാസ് ആണ്. ഒരു രക്ഷയില്ല. ഓക്കെ, ടോപ്പ് പെർഫോമൻസ് കാരേറാസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. ഇവൻ എന്തോ റയൽ തോറ്റെങ്കിൽ പോലും അത് തന്നെ എൻട്രിക്കിനൊക്കെ കൊടുത്തൊരു ക്രോസ് ഉണ്ട്, എൻട്രിക്ക് ഹെഡ് ചെയ്ത് ഭാഗത്തട്ടി പോയി. അതൊക്കെ സൂപ്പറായിരുന്നു, നന്നായിട്ട് കളിച്ചു. പിന്നെ എൻട്രിക്ക് ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്. എൻട്രിക്ക് വലിയ കുഴപ്പമില്ലാതെ ഒരു ഹെഡെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രിക്കിന് പറ്റി എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള പല പ്ലെയേഴ്സും ഭയങ്കര മോശമായിരുന്നു. അതായത് ഇപ്പം വിനിനേക്കാളും ബെറ്റർ ഇമ്പാക്റ്റ് കുറച്ച് മിനിറ്റ് കളിച്ച് എൻട്രിക്കിന് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറയാം. അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു പ്ലെയറാണ് വെൽവെർഡെ കുറച്ചെങ്കിലും ബെറ്ററായിട്ട് കളിച്ചു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ജൂഡ് വലിയ കുഴപ്പമില്ലാതെ കളിച്ചു. പിന്നെ റോഡ്രിഗോ മാച്ച് ത്രൂ ഔട്ട് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം ഭയങ്കര നെഗറ്റീവായിട്ടാണ് തോന്നി. പിന്നെ കോർട്ടുവ, ഓക്കെ, കോർട്ടും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ റയൽ എത്ര ഗോളിന് തോക്കുകയാണെങ്കിലും കോർട്ടുവ അവിടെ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമറായിട്ട് നിൽക്കും. ഒരു ഡബിൾ സേവ് ഒക്കെ ഉണ്ടായിരുന്നു ആളുടെ സൈഡിൽ നിന്ന്. സിറ്റിൻ്റെ ഒരു തീപ്പൊറി കൗണ്ടർ അറ്റാക്ക്, ഫസ്റ്റ് ഹാലൻഡിൻ്റെ ഷോട്ട്, പിന്നെ ചെർക്കീൻ്റെ ഷോട്ടൊക്കെ ആൾ സൂപ്പറായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. അറിയാലോ, ഈസ് ദ ബെസ്റ്റ്. ഓക്കെ, ബിഗ് ഗെയിമിലേക്ക് വരുന്ന സമയത്ത് കോർട്ടുവാനോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പർ നിലവിൽ ലോകത്ത് വേറെ ഇല്ല. അപ്പം
കോർട്ടുവ തൻ്റെ ക്ലാസ് എന്താണെന്ന് മറ്റൊരു ബിഗ് ഗെയിമിൽ കൂടെ തെളിയിച്ചു. പക്ഷെ അത് പോരായിരുന്നു. ഓക്കെ, ആ സേവ് ഒന്നും മതിയായിരുന്നില്ല റയൽ മാഡ്രിഡിനെ രക്ഷിക്കാൻ എന്നുള്ളതാണ്. സിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു പോയൊരു മാച്ചാണ്. ഓക്കെ, അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുന്ന സമയത്ത് അവർ അത്യാവശ്യം അറ്റാക്ക് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ എന്താ പറയുക, അവർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം റയലിൻ്റെ സെൻട്രൽ ബാക്സ് വൾണറബിൾ ആണെങ്കിൽ വിങ് ബാക്സ് പഹയന്മാർ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഫെഡെ ആണെങ്കിലും കെരറാസ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സമയമൊന്നും ഇങ്ങനെ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ സിറ്റിയും ഒരു ടോപ്പ് ലെവലൊന്നല്ല കളിച്ചത്, സിറ്റി ഒരു ആവറേജ് ലെവലാണ് കളിച്ചത്. ഓക്കെ, പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിൻ്റെ മിഡ്ഫീൽഡിൻ്റെ പെർഫോമൻസ്, അവിടെ നിക്കോ ഗോൺസാലസ് നടത്തിയുള്ള പെർഫോമൻസ് ആണ് ഹീസ് ടോപ്പ് ക്ലാസ്. ഓക്കെ, മറ്റൊരു മോൺസ്റ്ററിനെ അവിടെ ശരിക്കും പെപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പെർഫോമൻസ് ആ പ്ലെയർ കൊടുത്തിട്ടുണ്ട്. പാസിംഗ് വൈസ് ആണെങ്കിലും ഡിഫൻസീവ് വൈസ് ഒക്കെ ആണെങ്കിൽ തന്നെ ആൾ നല്ല രീതിക്ക് തന്നെ ടീമിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സിറ്റിൻ്റെ സൈഡിൽ മെയിൻ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഫോഡനൊന്നും ഗ്രൗണ്ടിൽ ഉള്ളത് പോലും അറിയുന്നില്ല. ഓക്കെ, ഫോഡൻ എപ്പോഴൊക്കെ ഇങ്ങനെ ക്യാമറ സൂം ചെയ്താൽ ഫോഡനെ കാണാമെന്നല്ലാതെ ഫോഡൻ അല്ലാതെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഫോഡൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണർന്നിരുന്നെങ്കിൽ അവർക്ക് ബെറ്റർ ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പല സമയത്തും ബെർണാഡോ സിൽവ ഇങ്ങനെ ഉണർന്ന് കളിക്കുന്നതായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ബെർണാഡോ ബെറ്റർ ആയിരുന്നെങ്കിൽ സിറ്റിക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയേനെ. അതാണ് പേഴ്സണലി എൻ്റെ ഒരു ഫീൽ എന്നുള്ളത്. ഓക്കെ, പിന്നെ ചെറുക്കി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, ഡോക്കോ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഹാലൻഡ് പിന്നെ അറിയാലോ, ഹാലൻഡിന് സർവീസ് കിട്ടുമ്പോഴാണ് ഹാലൻഡിൻ്റെ കളി കളിക്കുക. പിന്നെ ഹാലൻഡ് ഡിഫെൻസീവിലേക്ക് അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, പിന്നെ സിറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒറൈലി ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമറാണ്. മാൻ ഓഫ് ദ മാച്ച് അവാർഡും ഒറൈലിയാണ് വിൻ ചെയ്തിട്ടുള്ളത്. മാത്യൂസ് ന്യൂനസ് നല്ല പെർഫോമൻസ് കൊടുത്തു. പിന്നെ സെൻട്രൽ ബാക്സ് ഒക്കെ അറിയാലോ, ഒരു ഗോളെ അവർ കൺസീഡ് ചെയ്തുള്ളൂ. സിറ്റിൻ്റെ ഡിഫൻസ് കുറച്ച് വൾണറബിൾ ആണ്, അപ്പോൾ ഒരു ഗോളെ കൺസീഡ് ചെയ്തുള്ളൂ. അതിന് ചെറിയ ക്രെഡിറ്റ് നമുക്ക് അവർക്ക് കൊടുക്കാം. പിന്നെ ഗോൾ കീപ്പറായിട്ടുള്ള നമ്മുടെ ഡൊന്നറുമ അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ഓക്കെ, സിറ്റി ടോട്ടലി ടീം ലുക്സ് വൾണറബിൾ, എസ്പെഷ്യലി ഡിഫൻസ്. ഓക്കെ, എത്ര ചാൻസസ് ആണ് ലാസ്റ്റ് സമയത്തൊക്കെ റയൽ മാഡ്രിഡ് അവിടെ ഉണ്ടാക്കിയെടുത്തത്. ഒരുപാട് ചാൻസസ് അവർക്ക് കിട്ടി, പക്ഷേ ഇതൊക്കെ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനോ അതേപോലെ ഫൈനൽ തേർഡിലേക്ക് എത്തുന്ന സമയത്ത് സപ്പോസ് ഒരു ബോൾ ബോബിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പം ബോബിക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. ബ്രാഹിമിന് പാസ് കൊടുക്കാം, അല്ലെങ്കിൽ അത് ബെല്ലിക്ക് പാസ് കൊടുക്കാം. ഇതിൽ വേഴ്സ്റ്റ് ഓപ്ഷനാണ് പലപ്പോഴും ബോബി ചൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബെല്ലിങ്ങാമിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ബെല്ലിങ്ങാമോ അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, വിനിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് വിനി അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടലി ഡിസിഷൻ മേക്കിങ്ങിലൊരു പ്രശ്നം ഫൈനൽ തേർഡിൽ റയലിന് വല്ലാണ്ട് കാണാനുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് അവർ ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം റയലിനെ കുറിച്ച്. അതായത് ഇന്നത്തെ ഒരു 11 നോക്കാം. ഇന്നത്തെ 11 നോക്കുന്ന സമയത്ത് 2 വിങ്ങർമാരുണ്ട്, ഒരു സ്ട്രൈക്കർ ഉണ്ട്. ഇതിൽ എംബാപ്പെ പുറത്താണ്. എംബാപ്പയും വരുന്നു, വിനിയും വരുന്നു, അതേപോലെ റോഡ്രിഗോ ഉണ്ട്. എല്ലാവർക്കും ലെഫ്റ്റ് കളിക്കണം എന്നുള്ള ആ ഒരു വാശിയാണോ, അതാണോ ടീമിന് പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരുന്നത്? അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് വിനീനെ സബ് ചെയ്തില്ല എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഒന്ന് വേണമെങ്കിൽ വിനീനെ സബ് ചെയ്യായിരുന്നു അല്ലേ. ഇപ്പോൾ റൈറ്റ് വിങ്ങിൽ ബ്രാഹിമിനെ കളിപ്പിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ റോഡ്രിഗോനെ കളിപ്പിക്കാം, പിന്നെ ഗോൺസാലോ ഗാർഷ്യനെ കീപ്പ് ചെയ്യാം. അങ്ങനത്തെ ഒരു മൂവൊക്കെ എടുക്കായിരുന്നു, പക്ഷെ അത് എടുത്തില്ല. ഇനിയിപ്പോൾ അത് മീഡിയനെ പേടിച്ചിട്ടാണോ എന്താണോ എന്നൊന്നും അറിയില്ല. ഓക്കെ, ഇനി വിനി പൊട്ടിത്തെറിക്കുന്ന പേടിച്ചിട്ടാണോ എനിക്കറിയില്ല. അത്തരത്തിലുള്ള നെറേറ്റീവ്സും പല സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു തോട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. ടീം കുറച്ചൊക്കെ ബാലൻസ്ഡ് ആയ പോലെ തോന്നി. അപ്പം ഇതിൽ വിനിൻ്റെ കാര്യം പ്രശ്നം തന്നെയാണ്. കാരണം വിനി ഒട്ടും ഡെലിവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിനിനെ ടീമിൽ അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, എസ്പെഷ്യലി എംബാപ്പെ കൂടെ ഉള്ള സമയത്ത്. ഓക്കെ, അപ്പം ഇനി അവിടുന്ന് വിനിനെ മാറ്റി നിർത്തിയിട്ട് ആ പൊസിഷനിലേക്ക് എംബാപ്പേനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എംബാപ്പെ എങ്ങനെ പെർഫോം ചെയ്യുന്നു അത് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ വിനിനെ കുറച്ച് മാച്ച് സബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എംബാപ്പെ എങ്ങനെ പെർഫോം ചെയ്യും. സോ അത് എക്സലൻ്റ് ആയിട്ട് എംബാപ്പയ്ക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ വിനി ഓൾറെഡി മാനേജ്മെൻറ്റിനോട് പൊട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അവിടെ
ഒരു എംബാപ്പെ ഫാക്ടർ ലെഫ്റ്റിൽ, ഐ മീൻ എംബാപ്പെ മാത്രം ഓക്കെ ലെഫ്റ്റിൽ കളിക്കുന്നത് കാണാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ ലെറ്റ് സി നമുക്ക് കാണാൻ പറ്റുമെന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ ഇനിയിപ്പം ഇവര് സാബി അലോൺസോനെ പിടിച്ച് സാക്ക് ചെയ്യുമെന്നൊന്നും അറിയില്ല. ഓക്കെ, സാബി അലോൺസോനെ പിടിച്ച് സാക്ക് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. കാരണം സാബി അലോൺസോക്ക് ഇവിടെ എല്ലാ മെറ്റീരിയൽസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്പർ 6 മൂപ്പർക്ക് കൊടുത്തിട്ടില്ല. ഇനി സാബി അലോൺസോനെ സാക്ക് ചെയ്യാനാണെങ്കിൽ അതിന് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ അവർ എന്ത് മോശമായി കഴിഞ്ഞാലും അവർ കാർലോനെ കീപ്പ് ചെയ്ത്, ബിക്കോസ് കാർലോ അത്ര ഡിമാൻഡിങ് അല്ല. അവർ മേ ബി സാബിനെ സാക്ക് ചെയ്യും, കാരണം സാബി കുറച്ചുകൂടി ഡിമാൻഡിങ് ആണ്. ഓക്കെ, ഈ പൈസ മുടക്കാൻ ഇത്ര മടിയുള്ള വേറൊരു മാനേജ്മെൻറ്റ് ഇല്ല പോട്ടോ. ശരിക്കും റയലിൻ്റെ മാനേജ്മെൻറ്റ് ഭയങ്കര മടിയാണ് പൈസ മുടക്കാൻ. അപ്പം പൈസ മുടക്കാനുള്ള മടിക്ക് അവർ മേ ബി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു മാനേജറെ പുറത്തിടാം. അതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ ബാക്ക് ടു ദി ഗെയിം, സിറ്റി നന്നായിട്ട് കളിച്ചു. സിറ്റി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗെയിം മാനേജ് ചെയ്തു. പിന്നെ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് പെപ് ഗോർഡിയോള നടത്തിയിട്ടുള്ളത്. ഓക്കെ, സാവിയോനൊക്കെ കൊടുന്നു. സാവിഞ്ഞൊക്കെ വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. ഡിഫെൻസീവ്ലി ആണെങ്കിലും അറ്റാക്കിംഗ് വൈസ് ആണെങ്കിലും ഒക്കെ തന്നെ അവർ നന്നായിട്ട് കളിച്ചു. റയലിനെ പോലത്തെ ഒരു പ്ലെയർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതൊക്കെ സാവിഞ്ഞൊക്കെ വന്നിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മിഡ്ഫീൽഡിലേക്ക് അവർ നമ്മുടെ റൈൻഡേഴ്സിനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതൊക്കെ നേരത്തെ കൊണ്ടുവരായിരുന്നു. ഓക്കെ, ഫോർഡനൊക്കെ അവിടെ ഇൻവിസിബിൾ ആണ്. അപ്പം അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ മേ ബി മാച്ച് കുറച്ചുകൂടി ഫയറി ആവുമെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയാണ്. ഓക്കെ, ഇത് കുറേ സമയം മാൻ സിറ്റി ബാക്ക് ഫുട്ടിലായ പോലെ എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ രണ്ട് ടീം നന്നായി കളിച്ചു. റയൽ നന്നായിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ റയലിൻ്റെ സൈഡിലുള്ള ത്രെറ്റിനെ സിറ്റി നന്നായിട്ട് മാനേജ് ചെയ്തു. സിറ്റി ലുക്സ് വൾണറബിൾ. അപ്പം ഇത് രണ്ട് ടീമിനും വലിയ പോസിറ്റീവ് ഒന്നും ഈ മാച്ചിൽ നിന്ന് എടുക്കാനില്ല എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു വിൻ നേടി എന്നുള്ള ഒരു ബിഗ് പോസിറ്റീവ് സിറ്റിക്ക് ഉണ്ട്. പക്ഷെ പെർഫോമൻസ് വൈസ് അവർക്ക് കുറെ കൂടെ ഇമ്പ്രൂവ് ആവേണ്ടതായിട്ട്, കുറെ കൂടെ ചാൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പല പ്ലേയേഴ്സും ഉണർന്ന് കളിക്കേണ്ടതായിട്ടുണ്ട്. ഡിഫൻസീവിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ കോർഡിനേറ്റഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.